നമസ്കാരം. നോക്കാം ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. സമരം കടുപ്പിച്ച് ആശാ പ്രവർത്തകർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധം. സർക്കാരിന് മുന്നിലേക്ക് മുടി മുറിച്ചെറിഞ്ഞ് പ്രതിഷേധിക്കുകയാണ് ആശാ പ്രവർത്തകർ. മുടി പൂർണ്ണമായി നീക്കം ചെയ്തും മൊട്ടയടിച്ചും ആശാ പ്രവർത്തകർ. സംസ്ഥാനത്തെ മറ്റു കേന്ദ്രങ്ങളിലും ആശാ പ്രവർത്തകർ മുടി മുറിച്ച് പ്രതിഷേധത്തിൽ പങ്കാളികളായി. സമര നേതാവ് മിനിയാണ് ആദ്യം മുടി മുറിച്ചത്. പത്മജ എന്ന ആശാ പ്രവർത്തക തലമുണ്ടനം ചെയ്തുകൊണ്ടാണ് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. എത്രത്തോളം മുടി മുറിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമെന്ന് സമര നേതാക്കൾ. വെട്ടിയ മുടി കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. ആരോപണ വിധേയനായ IB ഉദ്യോഗസ്ഥൻ സുകാന്തിനായി തെരച്ചിൽ. ജീവനൊടുക്കുന്നതിന് മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ 4 തവണ മേഘയും സുകാന്തുമായി സംസാരിച്ചിരുന്നു. ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ 8 സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടുപോയത്. ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഇയാളെ തിരഞ്ഞ് പോലീസ് വീട്ടിലെത്തിയെങ്കിലും അടച്ചിട്ട നിലയിൽ സുകാന്ത് ഒളിവിലാണ് എന്നും ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമെന്ന് പോലീസ്. ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഒന്നിച്ചുകൂടി ബന്ധങ്ങൾ പുതുക്കിയും പുതുവസ്ത്രമണിഞ്ഞും രുചി വിളമ്പിയും ആഘോഷമാക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഈദ്ഗാഹുകൾ നടന്നു. ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിയാണ് ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ പ്രചാരണത്തിന് നാം ഒറ്റക്കെട്ടായി നിന്ന് പോരാടണമെന്ന് പാളയം ഇമാം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുമായും സഹകരിക്കരുത്. ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ തന്നെ വേണമെന്നും പാളയം ഇമാം. വിവാദങ്ങൾക്കിടെ റീ എഡിറ്റഡ് ചെയ്ത എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് 3 മിനിറ്റോളം വരുന്ന വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റും. പുതിയ പതിപ്പാണ് പ്രദർശനത്തിനെത്തുന്നത്. ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം വെട്ടിമാറ്റും. അതേസമയം ദൃശ്യങ്ങൾ കൂടാതെ ചിത്രത്തിലെ വില്ലന്റെ പേര് മാറ്റും. ചില വാക്കുകൾ മ്യൂട്ട് ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നേരത്തെ വ്യാഴാഴ്ചയോടെ പുതിയ പതിപ്പ് എത്തുമെന്ന വിവരമാണ് പുറത്തു വന്നത്. എന്നാൽ ഉടൻ റീ എഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തിക്കണമെന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശം എത്തിയിട്ടുണ്ട്. ഇതനുസരിച്ചാണ് നടപടി എന്നാണ് വിവരം. സിനിമയായി കാണണമെന്ന് ആസിഫ് അലി. മല്ലിക സുകുമാരനും സുപ്രിയ മേനോനുമെതിരെ അധിക്ഷേപ പരാമർശവുമായി BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. മല്ലിക സുകുമാരന്റെ മരുമകൾ സുപ്രിയ മേനോൻ അർബൻ നക്സലാണ്. ആ അർബൻ നക്സൽ എഴുതിയ പോസ്റ്ററിൽ നാട്ടിലെ ജനങ്ങളോട് തരത്തിൽ കളിക്കട, എന്റെ ഭർത്താവിനോട് വേണ്ട എന്നാണ് എഴുതിയിട്ടുള്ളത്. ആദ്യം ആ അഹങ്കാരിയെ നിലയ്ക്ക് നിർത്താനാണ് അമ്മായിയമ്മ ശ്രമിക്കേണ്ടത് എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ പരാമർശം. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് ശശി തരൂർ രംഗത്ത്. COVID-19 സമയത്ത് വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തി. നിർണായക സമയത്ത് 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി സഹായഹസ്തവും നീട്ടി. മറ്റ് ലോക രാഷ്ട്രങ്ങൾക്ക് പോലും അത് സാധിച്ചിട്ടില്ല. ഇതിലൂടെ ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായി മാറി. ദ വീക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് തരൂരിന്റെ പ്രശംസ. തരൂരിന്റെ നിലപാട് BJP സ്വാഗതം ചെയ്തു. യാക്കോബായ സഭയുടെ ചർച്ചയ്ക്കുള്ള സന്നദ്ധതയോട് അനുകൂലമായി പ്രതികരിച്ച് ഓർത്തഡോക്സ് സഭ. യാക്കോബായ സഭയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ യുഹാനോൻ മാർ ദിയസ്കൊറോസസ്. എന്നാൽ മലങ്കര സഭയിലെ തർക്കങ്ങളെല്ലാം തുടങ്ങിവെച്ചത് യാക്കോബായ സഭയാണ് എന്ന് കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഒപ്പം 2 സഭകളായി തുടരാനാണ് ശ്രമമെങ്കിൽ കൈവശം വെച്ച പള്ളികൾ തിരികെ നൽകണമെന്ന നിബന്ധനയും അദ്ദേഹം മുന്നോട്ട് വെച്ചു. റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ചരിത്രത്തിൽ ഇന്ന് ആദ്യമായി സ്വർണ്ണവില 67,000 കടന്നു. 520 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 67,400 രൂപയാണ്. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് കൂടിയത് 1,920 രൂപ. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 8,425 രൂപ. വെള്ളിയുടെ വിലയും വർദ്ധിച്ചു. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 112 രൂപ. വഴങ്ങിയില്ലെങ്കിൽ ബോംബിടുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പുറകെ US-ഉമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാൻ മിസൈൽ ആയുധശേഖരം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട്. വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ദ ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഭൂഗർഭ അറകളിലെ എല്ലാ ലോഞ്ചറുകളും ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. IPL-ൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ആദ്യ 2 മത്സരങ്ങളും തോറ്റ മുംബൈ ഇന്ത്യൻസിന് സ്വന്തം കാണികൾക്ക് മുമ്പിലെങ്കിലും ജയിച്ചേ മതിയാകൂ എന്നതാണ് അവസ്ഥ. ആദ്യ കളി തോറ്റുവെങ്കിലും 2ാം മത്സരം ജയിച്ച കൊൽക്കത്തയാകട്ടെ വിജയ തുടർച്ച തേടിയാണ് ഇറങ്ങുന്നത്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം.